ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ നമ്മൾ ഈ ലൈൻ കുർത്തിയുടെ നെക്ക് എങ്ങനെ കട്ട് ചെയ്യുന്നേക്കാം. അതിന് നമ്മളൊരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടേക്കുന്നത്, അത് 15 ഇഞ്ച് ഇറക്കത്തിൽ 15 ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഇനി നമ്മൾ ഈ ക്യാൻവാസ് പേപ്പർ രണ്ടായിട്ട് മടക്കുന്ന, ആ 15 ഇഞ്ച് നീളത്തിൽ തന്നെ രണ്ടായിട്ട് മടക്കുന്നു. എന്നിട്ട് നമ്മൾ സ്കെയിൽ വെച്ചൊന്ന് ലെവൽ ചെയ്യുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ നെക്കിൻ്റെ ലെങ്ത് 7 ഇഞ്ച് എടുക്കുന്നു. 6.5 ഇഞ്ച് നെക്ക് ലെങ്തും 0.5 ഇഞ്ച് തയ്യൽ തുമ്പുമാണ്, സീം അലവൻസ്. അപ്പം അങ്ങനെ 7 ഇഞ്ച് എടുക്കുന്നു. നമ്മൾ 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് എടുക്കുന്നത്. കഴുത്തിൻ്റെ അകലം 3 ഇഞ്ച്. എന്നിട്ട് താഴെയും അതേപോലെ 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് എടുക്കും. എന്നിട്ട് നമ്മൾ സ്കെയിൽ വെച്ച് അത് ഒരു സ്ക്വയർ രൂപത്തിൽ ആക്കണം. ഇനി നമ്മൾ അതിൻ്റെ കർവ് വരയ്ക്കാൻ വേണ്ടി 1 ഇഞ്ച് ഷേപ്പാക്കി കൊടുക്കുന്നു. എന്നിട്ട് കർവ് സ്കെയിൽ വെച്ച് ഇത് നമ്മൾ ഷേപ്പ് വരയ്ക്കുന്നു. ഇനി നമ്മൾ അവിടുന്ന് താഴോട്ട് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. അതുപോലെ ലെങ്ത് വീണ്ടും 7 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. 7 or 6 എത്ര വേണമെങ്കിലും നമ്മുടെ ഇറക്കാൻ ഇഷ്ടമനുസരിച്ച് അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് താഴെയും നമ്മൾ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് അതും ഒരു സ്ക്വയർ വരയ്ക്കുന്നു. എന്നിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ചേരുന്ന ഭാഗത്തൊരു ഷേപ്പ് വരയ്ക്കും. ഇനി നമ്മൾ ഇവിടെ 1 ഇഞ്ച് കൂടെ അടയാളപ്പെടുത്തി വരച്ചെടുക്കുന്നു. നമ്മളാണെങ്കിൽ ഇത് ലൈൻ കുർത്തിയുടെ നെക്കാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇതിൻ്റെ മൊത്തത്തിലുള്ള ലൈൻ കുർത്തി ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം, ഷെയർ ചെയ്യണം. എല്ലാം ഓരോ ഭാഗങ്ങളായിട്ട് കാണിക്കുകയാണ്, അപ്പം എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഓരോ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. എന്തെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ സ്റ്റിച്ചിങ്ങുമായിട്ട് വരാം. അപ്പം കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടുന്നത്. ഇനി ഇതെങ്ങനെയാണ് ആ നെക്ക് ചെയ്തെടുക്കുന്നതെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.